മലപ്പുറം ജില്ലയിൽ 2001 ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ച ആശയം നിശ്ചിത മാർഗിന് മുകളിൽ വാങ്ങുന്ന കുഞ്ഞുങ്ങളെ തൃശ്ശൂർ കൊണ്ടുവന്ന് അവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർത്ത് പഠിപ്പിക്കാൻ ജില്ലാ പഞ്ചായത്ത് പദ്ധതി ഇറങ്ങി. 2001 കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, 24 വർഷം പിന്നിട്ടു. അതുപോലുള്ള പദ്ധതികൾ ജനകീയ ആസൂത്രണത്തിൽ നടപ്പിലാക്കി. ആ ജില്ല പുരോഗമനപരമായ ആശയം അഡ്വാൻസായിട്ട് നടപ്പിലാക്കി. അതിൻ്റെ റിസൾട്ട് അവിടെ നിന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ എൻട്രൻസിലൂടെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആയി മാറി എന്നുള്ള ആ ജില്ലാ പഞ്ചായത്ത് എടുത്ത നിലപാട് ആ ജില്ലയുടെ വളർച്ചയ്ക്ക് ഉതകിയിട്ടുണ്ടെന്ന് നമ്മൾ അഭിമാനത്തോട് പറയണ്ടേ. അന്ന് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. ഈ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്ത് അവരെ വിടുന്ന ആ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ചു. അപ്പോൾ അതുപോലെ ത്രിതല പഞ്ചായത്തിൽ ഒരുപാട് പഞ്ചായത്തുകൾ ഒരുപാട് പുരോഗമന ആശയമുണ്ട്. അതിലെല്ലാം ജാതി കാണേണ്ടതില്ല. ഒരു നാട് പുരോഗമിക്കുന്നത് അവിടെ ജാതി കൊണ്ടല്ല. ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ഈ കേരളത്തിൽ ജീവിക്കാൻ ഒരു സമുദായക്കാർക്കും ഒരു ദളിതർക്കോ ഒരു പിന്നോക്കക്കാർക്കോ മുന്നോക്കക്കാർക്കോ ഇവിടെ ജീവിക്കാൻ ഒരു അസൗകര്യമില്ല. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്. നമ്മൾ വളരെ വിദേശ രാജ്യങ്ങളുള്ളതുപോലെ സ്വതന്ത്രതയോടെയും അവരവരെ അവകാശങ്ങൾ സംരക്ഷിച്ചും അന്തസ്സായിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്.